ഇനി പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. യുഎസിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നാടുകടത്തൽ നടപടി തുടരുന്നു. യുഎസിൽ നിന്ന് നാടുകടത്തപ്പെട്ട 119 അനധികൃത കുടിയേറ്റക്കാർ കൂടി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രതിഷേധവുമായി പഞ്ചാബ് സർക്കാർ. 2 വിമാനങ്ങളിലായാണ് അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലെത്തിക്കുന്നത്. ആദ്യ വിമാനം ഇന്ന് രാത്രി അമൃത്സറിലെ ഗുരു രാംദാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലിറങ്ങുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം യുഎസ് വിമാനം അമൃത്സറിലിറക്കാനുള്ള നീക്കത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പഞ്ചാബ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കുടിയേറ്റക്കാരെ എത്തിക്കാൻ അമൃത്സർ വിമാനത്താവളം മാത്രം തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളാണെന്നാണ് ആരോപണം. പഞ്ചാബിനെയും പഞ്ചാബികളെയും അപകീർത്തിപ്പെടുത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ വിമർശനമുന്നയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 5-ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 104 അനധികൃത കുടിയേറ്റക്കാരുമായി യുഎസ് സൈനിക വിമാനം പഞ്ചാബിലെ അമൃത്സറിലെത്തിയിരുന്നു. അമൃത്സറിനെ നാടുകടത്തൽ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള ശ്രമമാണിതെന്നും വിമർശനമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് പകരം പഞ്ചാബിനെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ താൽപര്യത്തിലാണ് പഞ്ചാബ് മുഖ്യമന്ത്രി സംശയമുന്നയിച്ചിരിക്കുന്നത്. നാടുകടത്തപ്പെട്ടവരിൽ ഭൂരിഭാഗവും പഞ്ചാബിൽ നിന്നുള്ളവരാണ്. 67 പേരാണ് പഞ്ചാബിൽ നിന്നുള്ളത്. 33 പേർ ഹരിയാനയിൽ നിന്നുള്ളവരാണ്. 8 പേർ ഗുജറാത്തിൽ നിന്നും, 3 പേർ ഉത്തർപ്രദേശിൽ നിന്നും, 2 പേർ രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുമുള്ളവരാണ്. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ ആളുകളുണ്ടെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മെക്സിക്കോ വഴിയും മറ്റ് വഴികളിലൂടെയും അമേരിക്കയിലേക്ക് കടന്നവരും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഇന്ത്യക്കാർക്കുള്ള വിസ ഓൺ അറൈവൽ സൗകര്യം വിപുലീകരിച്ച UAE. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ UAEയിൽ പ്രവേശിക്കാൻ കഴിയും. തീരുമാനം നടപ്പിലാക്കിയതായി താമസ കുടിയേറ്റ വകുപ്പ്. തെരഞ്ഞെടുക്കപ്പെട്ട 6 രാജ്യങ്ങളിലെ സാധുതയുള്ള താമസ വിസ, റെസിഡൻസി പെർമിറ്റ് അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഇവ കൈവശമുള്ള ഇന്ത്യക്കാർക്ക് കൂടി UAEയിൽ ഇനി ഓൺ അറൈവൽ വിസ ലഭ്യമാകും. ഇതോടെ കൂടുതൽ ഇന്ത്യക്കാർക്ക് മുൻകൂർ വിസയില്ലാതെ UAEയിലേക്ക് യാത്ര ചെയ്യാം. സിംഗപ്പൂർ, ജപ്പാൻ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ എന്നീ രാജ്യങ്ങളിലെ റെസിഡൻസി വിസയുള്ള ഇന്ത്യക്കാർക്കാണ് UAEയിൽ ഇനി ഓൺ അറൈവൽ വിസ ലഭിക്കുക. നേരത്തെ US, UK, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ താമസ വിസയുള്ള ഇന്ത്യക്കാർക്കാണ് UAEയുടെ ഓൺ അറൈവൽ വിസ സൗകര്യം ലഭിച്ചിരുന്നത്. ഫെബ്രുവരി 13 മുതൽ പുതിയ തീരുമാനം പ്രാബല്യത്തിലായി. UAEയിലേക്കുള്ള പ്രവേശന പോയിന്റുകളിൽ വിസ ഓൺ അറൈവൽ സൗകര്യം നടപ്പിലാക്കിയതിനാൽ പ്രവേശന വിസ ലഭിക്കും. സന്ദർശകരുടെ പാസ്പോർട്ടുകൾക്ക് കുറഞ്ഞത് 6 മാസത്തെ സാധുതയുണ്ടെങ്കിൽ രാജ്യത്തിന്റെ ചട്ടങ്ങൾക്കനുസൃതമായി ഫീസ് അടച്ചാൽ മതി. ഇന്ത്യൻ പൗരന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും യാത്ര സുഗമമാക്കുക, UAEയിൽ താമസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും കൂടുതൽ അവസരങ്ങൾ നൽകുക എന്നതാണ് വിസ ഓൺ അറൈവൽ സംവിധാനത്തിന്റെ വിപുലീകരണം വഴി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് താരിഫ് ഏർപ്പെടുത്താൻ പദ്ധതിയിട്ട് ഡൊണാൾഡ് ട്രംപ്. ഏപ്രിൽ 2-ന് വാഹന താരിഫ് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. എല്ലാ വാഹന ഇറക്കുമതിക്കും താരിഫ് ബാധകമാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. അധികാരമേറ്റതിനു ശേഷം സഖ്യകക്ഷികളെയും എതിരാളികളെയും ഒരുപോലെ ലക്ഷ്യം വെച്ചാണ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ. വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വ്യാപാര സന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനും US ആശങ്കകളിൽ പ്രവർത്തിക്കാൻ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നതിനുള്ള മാർഗമായാണ് താരിഫുകളെ അദ്ദേഹം പരാമർശിച്ചത്. അമേരിക്കയിൽ വിൽക്കുന്ന കാറുകളിൽ 50% രാജ്യത്തിനകത്താണ് നിർമ്മിക്കുന്നത്. ഇറക്കുമതിയിൽ പകുതിയോളം മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും, ബാക്കി പകുതി മറ്റ് പ്രമുഖ ഓട്ടോ ഉൽപാദന രാജ്യങ്ങളിൽ നിന്നും വരുന്നു. ജപ്പാൻ, ദക്ഷിണ കൊറിയ, ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നും USലേക്ക് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ബ്രിട്ടൻ, ഇറ്റലി, സ്വീഡൻ എന്നിവ ചെറിയ അളവിലുള്ള ഇറക്കുമതിയുടെ ഉറവിടമാണ്. മാർച്ച് 12 മുതൽ എല്ലാ സ്റ്റീൽ, അലുമിനിയം ഇറക്കുമതികളുടെയും താരിഫ് പദ്ധതികൾ പ്രസിഡന്റ് അടുത്തിടെ ഉറപ്പിച്ചതിന് ശേഷമാണ് വാഹന മേഖലയെ ലക്ഷ്യമിട്ടുള്ള ലെവികൾ വരുന്നത്. അർദ്ധചാലകങ്ങൾ, ഉരുക്ക്, എണ്ണ, വാതകം എന്നിവയ്ക്ക് താരിഫ് നൽകുമെന്ന് അദ്ദേഹം മുൻപ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. കുവൈറ്റിൽ വിവാഹപ്രായം 18 ഉയർത്തി. വിവാഹമോചന നിരക്ക് കുറയ്ക്കുന്നതിനും കുടുംബസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് നടപടി. നീതിന്യായ മന്ത്രാലയമാണ് വിവാഹപ്രായം ഉയർത്തിയതായി പ്രഖ്യാപിച്ചത്. നിലവിൽ പുരുഷന്മാർക്ക് 17 വയസ്സും സ്ത്രീകൾക്ക് 15 വയസ്സുമായിരുന്നു വിവാഹപ്രായം. കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ചും സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങൾ ഇല്ലാതാക്കുന്നതിനുമുള്ള രാജ്യാന്തര നിയമത്തിന്റെ ഭാഗമായാണ് നീക്കം. പ്രായപൂർത്തിയാകാത്തവരുടെ വിവാഹങ്ങൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുണ്ട്. 2024-ൽ 1079 പെൺകുട്ടികളും 66 ആൺകുട്ടികളും ഉൾപ്പെടെ 1145 പ്രായപൂർത്തിയാകാത്ത വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തതായി കുവൈറ്റിലെ ശൈശവ വിവാഹത്തെക്കുറിച്ചുള്ള സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇവർക്കിടയിൽ വിവാഹമോചനങ്ങൾ ഇരട്ടിയാണെന്നും പഠനങ്ങൾ തെളിയിച്ചു. വിവാഹപ്രായം ഉയർത്തുന്നതിലൂടെ യുവാക്കളെ സംരക്ഷിക്കുന്നതിനും വിവാഹമോചന നിരക്ക് കുറയ്ക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള കൺവെൻഷൻ, സ്ത്രീകൾക്കെതിരായ എല്ലാത്തരം വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള കൺവെൻഷൻ എന്നിവയുൾപ്പെടെ കുവൈറ്റിന്റെ അന്താരാഷ്ട്ര പ്രതിബദ്ധതകളുമായി ഈ നീക്കം യോജിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി.
ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിക്ക് വേണ്ടി പുതിയ നീക്കം. ഇന്ത്യയെ ഗൾഫുമായി ബന്ധിപ്പിക്കുന്ന കിഴക്കൻ ഇടനാഴി, ഗൾഫിനെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന വടക്കൻ ഇടനാഴി എന്നിങ്ങനെ 2 വ്യത്യസ്ത ഇടനാഴികൾ ഇതിൽ ഉൾപ്പെടും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യയും യുഎസും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള പദ്ധതി വ്യാപാര കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ലോജിസ്റ്റിക്സ് ചെലവുകൾ കുറയ്ക്കുന്നതിനും സഹായിക്കും. സാമ്പത്തിക ഇടനാഴി വരുന്നതോടെ ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള ഗതാഗത സമയം ഗണ്യമായി കുറയുമെന്നാണ് പ്രതീക്ഷ. ഉഭയകക്ഷി താൽപര്യങ്ങൾക്കും തന്ത്രപരമായ വിതരണ ശൃംഖലകളും മെച്ചപ്പെടുത്തുന്നതിനും ഇന്ത്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ സാമ്പത്തിക, ഊർജ്ജം, ആരോഗ്യ മേഖലകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക ഇടനാഴി അത്യന്താപേക്ഷിതമാണ്. ഈ ആഴ്ച ആദ്യം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പദ്ധതി അവലോകനം ചെയ്ത ശേഷമാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യ, USA, സൗദി അറേബ്യ, UAE, യൂറോപ്യൻ യൂണിയൻ, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ധാരണാപത്രം ഒപ്പുവെച്ചത്. ഇന്ത്യയെ ഗൾഫുമായി ബന്ധിപ്പിക്കുന്ന കിഴക്കൻ ഇടനാഴി, ഗൾഫിനെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന വടക്കൻ ഇടനാഴി എന്നിങ്ങനെ 2 വ്യത്യസ്ത ഇടനാഴികൾ സാമ്പത്തിക ഇടനാഴി പദ്ധതിയിൽ ഉൾപ്പെടും. ഇന്ത്യ, UAE, സൗദി അറേബ്യ, ജോർദാൻ, ഇസ്രായേൽ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് ചരക്കുകളും സേവനങ്ങളും കടത്തിവിടാൻ പ്രാപ്തമാക്കുന്ന ക്രോസ് ബോർഡർ ഷിപ്പ് ടു റെയിൽ ട്രാൻസിറ്റ് നെറ്റ്വർക്ക് നൽകുന്ന ഒരു റെയിൽവേ ഇതിൽ ഉൾപ്പെടും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കോഴിക്കോട് നിന്ന് ഗൾഫിലേക്ക് കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിച്ച ഇൻഡിഗോ. മാർച്ച് 1 മുതലാണ് സർവീസുകൾ കൂട്ടുന്നത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫിലേക്ക് അടുത്ത മാസം മുതൽ കൂടുതൽ സർവീസുകൾ നടത്തുമെന്ന് ഇൻഡിഗോ എയർലൈൻസ് അറിയിച്ചു. നിലവിലുള്ള കോഴിക്കോട് ജിദ്ദ